പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ഈ വർഷത്തെ SSLC മോഡൽ എക്സാമിന്റെ കെമിസ്ട്രി ചോദ്യപേപ്പറിന്റെ ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. ചോദ്യം 1. ഏതാനും ലവണങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി. NaCl ലവണ ഹൈഡ്രോളിസിസിന് വിധേയമാകുന്നു. ചോദ്യം 2. ലോഹശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവന 1. ടിൻ, ലെഡ് തുടങ്ങിയ ലോഹങ്ങളെ സ്വേദനം വഴി ശുദ്ധീകരിക്കുന്നു. പ്രസ്താവന 2. വൈദ്യുതി വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ അശുദ്ധലോഹത്തെ കാഥോഡായി ഉപയോഗിക്കുന്നു. പ്രസ്താവന 3. ദ്രവണാങ്കം കുറഞ്ഞ ലോഹത്തോടൊപ്പം അതിനേക്കാൾ ഉയർന്ന ദ്രവണാങ്കമുള്ള അപദ്രവ്യങ്ങൾ കലർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഉരുക്കി വേർതിരിക്കൽ രീതി ഉപയോഗിക്കുന്നു. ഈ പ്രസ്താവനകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായതേത്? ഉത്തരം ഓപ്ഷൻ സി. പ്രസ്താവന 1ഉം 2ഉം ശരിയല്ല, എന്നാൽ പ്രസ്താവന 3 ശരിയാണ്. ചോദ്യം 3. സ്ഥിരതാപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം ക്രമരഹിതമായി പട്ടികയിൽ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ടി. ചോദ്യം 4. പ്രസ്താവന എ. 3s സബ്ഷെല്ലിന് 2p സബ്ഷെല്ലിനേക്കാൾ ഊർജ്ജം കൂടുതലാണ്. കാരണം ആർ. 3s സബ്ഷെല്ലിന്റെ n+1 മൂല്യം 2p ഷെല്ലിനേക്കാൾ കൂടുതലാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായതേത്? ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 5a. ഒരു ഹൈഡ്രോകാർബണിന്റെ ഘടന നൽകിയിരിക്കുന്നു. എ. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ബി. ഇതിലെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്ര? ഉത്തരം എ. 7 കാർബൺ, ബി. 3. ചോദ്യം 5b. ഒരു സംയുക്തത്തിന്റെ IUPAC നാമം ബ്യൂട്ട് 1ഈൻ എന്നാണ്. എ. ഈ സംയുക്തത്തിലെ ആകെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ബി. ഇത്രയും കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെടുന്ന ആൽക്കേനിന്റെ ഘടനാവാക്യം എഴുതുക. ഉത്തരം എ. 4 കാർബൺ ആറ്റംസ്. ബി. ഘടനാവാക്യം കാണിക്കുന്നു. ചോദ്യം 6. ആവർത്തന പട്ടികയുടെ 3ാം പീരിയഡിൽ അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കുറഞ്ഞ മൂലകമാണ് എക്സ്. പ്രതീകം യഥാർത്ഥമല്ല. എ. എക്സ് എന്ന മൂലകം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ബി. ഈ മൂലകത്തിന്റെ അറ്റോമിക നമ്പർ എത്ര? ഉത്തരം എ. ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങൾ. ബി. 11. ചോദ്യം 7. സിങ്കിന്റെ ഒരു അയിരാണ് കലാമിൻ. എ. ഈ അയിരിന്റെ രാസസൂത്രം എഴുതുക. ബി. സാന്തരീകരിച്ച ഈ അയിരിനെ ഓക്സൈഡാക്കി മാറ്റാനുപയോഗിക്കുന്ന മാർഗമേത്? ഉത്തരം എ. ZnCO3. ബി. കാൽസിനേഷൻ. ചോദ്യം 8. ഒരു വാതകവുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ നൈട്രജൻ വളങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ബേസിക് സ്വഭാവമാണുള്ളത്. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. എ. പരീക്ഷണശാലയിൽ ഈ വാതകം നിർമ്മിക്കുന്നതിനാവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാം? ബി. ഈ വാതകത്തിന്റെ ഗാഢജലീയ ലായനി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എ. അമോണിയം ക്ലോറൈഡ്, NH4Cl, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ബി. ലിക്വർ അമോണിയ. ചോദ്യം 9a. ഉരുകിയ സോഡിയം ക്ലോറൈഡ് ഒരു മികച്ച ചാലകമാണ്, കാരണം ഇതിലെ അയോണുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും. എ. ഉരുകിയ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം ഏത്? ബി. കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. ഉത്തരം എ. ക്ലോറിൻ. ബി. Na++E- Na. ചോദ്യം 9b. വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഉപയോഗങ്ങളിലൊന്നാണ് വൈദ്യുത ലേപനം. ഈ പ്രക്രിയ ഉപയോഗിച്ച് ഒരു ഇരുമ്പുവളയിൽ ചെമ്പ് ആവരണം ചെയ്യാൻ കഴിയും. എ. ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹമേത്? ബി. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. ഉത്തരം എ. ഇരുമ്പ്, അയൺ. ബി. Cu gives Cu2++2En. ചോദ്യം 10. ഒരു ATM മർദ്ദത്തിലും 273 കെൽവിൻ താപനിലയിലും STP സൂക്ഷിച്ചിരിക്കുന്ന 320 ഗ്രാം SO2വിന് 112 ലിറ്റർ വ്യാപ്തമുണ്ട്. എ. ഇതേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന
10 ഗ്രാം H2വിന്റെ വ്യാപ്തം എത്ര? ബി. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം പ്രസ്താവിക്കുക. ഉത്തരം എ. 112 ലിറ്റർ. ബി. അവോഗാഡ്രോ നിയമം. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് മോൾ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ചോദ്യം 11. എസ്റ്ററുകൾക്ക് പൊതുവെ പൂക്കളുടെയും പഴങ്ങളുടെയും സുഗന്ധമാണുള്ളത്. ഒരു എസ്റ്ററിന്റെ ഘടനാവാക്യം താഴെ നൽകിയിരിക്കുന്നു. എ. ഈ എസ്റ്ററിന് ഏതു പഴത്തിന്റെ സുഗന്ധമാണുള്ളത്? ബി. ഈ എസ്റ്റർ നിർമ്മിക്കാനാവശ്യമായ കാർബോക്സിലിക് ആസിഡിന്റെ പേരെഴുതുക. ഉത്തരം എ. കൈതച്ചക്ക, പൈനാപ്പിൾ. ബി. ബ്യൂട്ടനോയിക് ആസിഡ്. ചോദ്യം 12. സന്തുലനാവസ്ഥയിലുള്ള ഒരു ഉഭയദിശാപ്രവർത്തനം നൽകിയിരിക്കുന്നു. എ. സന്തുലനാവസ്ഥയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. ബി. താഴെ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ പുരോപ്രവർത്തന നിരക്കിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? എ. 1. കൂടുതൽ ഓക്സിജൻ ചേർക്കുന്നു. 2. മർദ്ദം കൂട്ടുന്നു. ഉത്തരം എ. അടഞ്ഞ ഒരു വ്യൂഹത്തിൽ ക്ലോസ്ഡ് സിസ്റ്റം മാത്രമേ സന്തുലനാവസ്ഥ സാധ്യമാകൂ. സന്തുലനാവസ്ഥയിൽ പുരോപ്രവർത്തന നിരക്കും പശ്ചാത്പ്രവർത്തന നിരക്കും തുല്യമായിരിക്കും. ബി. 1. പുരോപ്രവർത്തന നിരക്ക് കൂടുന്നു. അഭികാരകമായ ഓക്സിജന്റെ ഗാഢത കൂടുമ്പോൾ ലെഷാട്ലിയർ തത്വമനുസരിച്ച് സിസ്റ്റം അത് കുറയ്ക്കാൻ ശ്രമിക്കുകയും കൂടുതൽ ഉൽപ്പന്നമുണ്ടാവുകയും ചെയ്യുന്നു. 2. പുരോപ്രവർത്തന നിരക്ക് കൂടുന്നു. മർദ്ദം കൂട്ടുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞ ഭാഗത്തേക്ക്, ഇവിടെ ഉൽപ്പന്നഭാഗത്ത് 2 തന്മാത്രകൾ, അഭികാരക ഭാഗത്ത് 3 തന്മാത്രകൾ, പ്രവർത്തനം വേഗത്തിലാകുന്നു. ചോദ്യം 13 എ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ലീച്ചിംഗ് നടത്തിയാണ് ബോക്സൈറ്റ് അയിര് ശുദ്ധീകരിക്കുന്നത്. എ. ബോക്സൈറ്റ് ചൂടുള്ള NaOHൽ ലയിച്ച് ഉണ്ടാകുന്ന സംയുക്തമേത്? ബി. ലായനിയിൽ നിന്ന് ലോഹ ഹൈഡ്രോക്സൈഡിനെ അവക്ഷിപ്തപ്പെടുത്തുന്നത് എങ്ങനെ? സി. അവക്ഷിപ്തത്തെ അലുമിനിയാക്കി മാറ്റുന്നത് എങ്ങനെ? ഉത്തരം എ. സോഡിയം അലുമിനേറ്റ് NaAlO2. ബി. ലായനിയിലേക്ക് അല്പം അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് നന്നായി ഇളക്കി തണുപ്പിക്കുക വഴി. സി. അവക്ഷിപ്തത്തെ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ അരിച്ചെടുത്ത് ഉണക്കി ശക്തമായി ചൂടാക്കുക. കാൽസിനേഷൻ വഴി അലുമിന ലഭിക്കുന്നു. ചോദ്യം 13 ബി. ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയപ്പെടുന്ന 25 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള സ്റ്റീൽ ടവറിലാണ് ഇരുമ്പ് നിർമ്മിക്കുന്നത്. ചാർജ് എന്നറിയപ്പെടുന്ന മിശ്രിതം കപ്പും കോണും സംവിധാനം വഴി ഫർണസിന് മുകളിൽ കൂടി നിക്ഷേപിക്കുന്നു. എ. ചാർജ് എന്നറിയപ്പെടുന്ന മിശ്രിതത്തിൽ ഇരുമ്പയിരിനെ കൂടാതെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം? ബി. ഇവിടെ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത്? സി. ബ്ലാസ്റ്റ് ഫർണസിൽ ഇരുമ്പയിരിന്റെ നിരോക്സീകരണം സൂചിപ്പിക്കുന്ന രാസസമവാക്യം എഴുതുക. ഉത്തരം എ. കോക്യം ലൈംസ്റ്റോണും. ബി. കാർബൺ മോണോക്സൈഡ്. സി. Fe2O3 + 3CO gives 2Fe + 3CO2. ചോദ്യം 14. ചില ഗാൽവാനിക് സെല്ലുകൾ, അവയുടെ സെൽ വോൾട്ടേജ് എന്നിവയെ പട്ടികയായി നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ഇലക്ട്രോഡായി ഉപയോഗിച്ചിരിക്കുന്നവയിൽ റിഡോക്സ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഓക്സീകരിക്കപ്പെടുന്നതിനുള്ള പ്രവണത കൂടിയ ലോഹം ഏത്? ബി. മഗ്നീഷ്യം, സിങ്ക് എന്നീ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ഒരു ഗാൽവാനിക് സെൽ നിർമ്മിച്ചാൽ ഇലക്ട്രോൺ പ്രവാഹദിശ ഏത് ലോഹത്തിൽ നിന്ന് ഏത് ലോഹത്തിലേക്കായിരിക്കും? സി. ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. ഉത്തരം എ. Mg. ബി. മഗ്നീഷ്യത്തിൽ നിന്നും സിങ്കിലേക്ക് Mg2Zn. സി. Mg + Zn2+ gives Mg2++ Zn. ചോദ്യം 15. കാർബണിക രാസപ്രവർത്തനത്തിലൂടെ വിവിധങ്ങളായ കാർബണിക സംയുക്തങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. എ. ഈഥൈൻ എന്ന കാർബണിക സംയുക്തം ഹൈഡ്രജൻ ക്ലോറൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. ബി. ഈ സംയുക്തം പോളിമറൈസേഷന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ പേരെന്ത്? സി. ഈ പോളിമറിന്റെ രൂപീകരണം സൂചിപ്പിക്കുന്ന രാസസമവാക്യം എഴുതുക. ഉത്തരം ചോദ്യം 16 എ. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. 2 മോൾ സൾഫർ ഡൈ ഓക്സൈഡ് 1 മോൾ ഓക്സിജനുമായി പൂർണ്ണമായി പ്രവർത്തിച്ചാൽ എത്ര മോൾ SO3 ലഭിക്കും? ബി. 20 മോൾ സൾഫർ ട്രൈ ഓക്സൈഡ് ലഭിക്കാൻ എത്ര ഓക്സിജൻ തന്മാത്രകൾ
സൾഫർ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിക്കണം. സി. STPയിൽ 224 ലിറ്റർ SO3 വാതകം ലഭിക്കാൻ ആവശ്യമായ സൾഫർ ഡൈഓക്സൈഡ് വാതകത്തിന്റെ വ്യാപ്തം എത്ര? ഉത്തരം എ 2 മോൾ, ബി 10 മോൾ. 1 മോൾ O2 സമം 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകൾ. 10 മോൾ O2 സമം 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകൾ. 224 ലിറ്റർ. ചോദ്യം 16 ബി. ചുണ്ണാമ്പുകല്ലിനെ ശക്തിയായി ചൂടാക്കിയാണ് നീറ്റുകക്ക നിർമ്മിക്കുന്നത്. എ. അഭികാരകം അവശേഷിക്കാതെ 224 ഗ്രാം നീറ്റുകക്ക ലഭിക്കാൻ എത്ര ഗ്രാം ചുണ്ണാമ്പുകല്ലിനെ ചൂടാക്കണം? ബി. ഇത്രയും നീറ്റുകക്ക ലഭിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന കാർബൺ ഡയോക്സൈഡിന്റെ മാസ് എത്ര? ഉത്തരം എ 400 ഗ്രാം, ബി 176 ഗ്രാം. ചോദ്യം 17. മാംഗനീസിന്റെ 2 ഓക്സൈഡുകളുടെ രാസസൂത്രം നൽകിയിരിക്കുന്നു. എ. മാംഗനീസ് +4 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന സംയുക്തം ഏതാണ്? ബി. Mn4+ അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. സി. ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ചോദ്യം 18. ഈഥർ കുടുംബത്തിലുൾപ്പെടുന്ന ഒരു സംയുക്തമാണ് എക്സ്. ഇതിലെ ഈഥർ ലിങ്കേജിന് ഇരുവശവും ഓരോ ഈഥൈൽ ഗ്രൂപ്പുണ്ട്. എ. ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. ബി. ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരെന്ത്? സി. ഈ സംയുക്തത്തിന്റെ മെറ്റാമറിന്റെ ഘടനാവാക്യവും IUPAC നാമവും എഴുതുക. ഡി. ഇതേ തന്മാത്രാസൂത്രമുള്ളതും ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തവുമായ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. ഉത്തരം. ചോദ്യം 18 ബി. XY എന്നിവ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പും C5H10O എന്ന തന്മാത്രാവാക്യവുമുള്ള 2 ഓർഗാനിക് സംയുക്തങ്ങളാണ്. ഒന്ന്. CHO ഫങ്ഷണൽ ഗ്രൂപ്പുള്ള X എന്ന സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. 2. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന സംയുക്തങ്ങളെ പൊതുവെ ഏതു പേരിൽ അറിയപ്പെടുന്നു? 3. Y എന്ന സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. 4. Y എന്ന സംയുക്തത്തിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതുക. ഉത്തരം. കുട്ടികളെ, ഈ ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. നന്ദി.